മുംബൈ എയർ ഷോക്കിടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണതിന് പിന്നിൽ അഭ്യാസ പ്രകടനത്തിനിടെയുണ്ടായ നെഗറ്റീവ് ജി പ്രതിഭാസമാകാമെന്ന് വിലയിരുത്തൽ. അഭ്യാസം നടക്കുന്നതിനിടെ വിമാനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമാക്കാൻ പൈലറ്റിന് സാധിക്കാത്ത സാഹചര്യത്തിൽ നിലം പതിച്ചുവെന്നാണ് ദൃശ്യങ്ങൾ വിശകലനം ചെയ്ത് വിദഗ്ധർ പറയുന്നത്. വിമാനം അതിവേഗം കുത്തനെ താഴേക്ക് ചലിക്കുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിന് വിപരീതമായുണ്ടാകുന്ന ശക്തമായ ബലമാണ് നെഗറ്റീവ് ജി. ഇത് പൈലറ്റിനെ മുകളിലേക്ക് തള്ളുകയോ സീറ്റിൽ നിന്ന് എടുത്തെറിയുകയോ ചെയ്യുന്നു. കുത്തനെയുള്ള ഇറക്കങ്ങളിലോ ശക്തമായ ടർബുലൻസിലൂടെ പറക്കുമ്പോഴോ ഇത് സംഭവിക്കാം. നെഗറ്റീവ് ജി രക്തം തലയിലേക്ക് കുതിക്കാൻ കാരണമാവുകയും കാഴ്ച പ്രശ്നങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും. നെഗറ്റീവ് ജി മാന്യൂർ അഭ്യാസ പ്രകടനം നടക്കുമ്പോൾ ശരിയായ നിയന്ത്രണം സാധ്യമായില്ലെങ്കിൽ പൈലറ്റിന് ബോധക്ഷയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദിശാബോധം നഷ്ടപ്പെട്ടേക്കാം. നെഗറ്റീവ് ജി പ്രഭാവം മറികടക്കാൻ അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്ന വൈമാനികർക്ക് പ്രത്യേക പരിശീലനം നൽകാറുണ്ട്. യുദ്ധവിമാനങ്ങൾ അഭ്യാസ പ്രകടനങ്ങൾക്കിടെ അതിവേഗം മുകളിലേക്ക് പൊങ്ങുമ്പോൾ പോസിറ്റീവ് ജിയും താഴേക്ക് കുത്തനെ പതിക്കുമ്പോൾ നെഗറ്റീവ് ജിയും അനുഭവപ്പെടുന്നു. പോസിറ്റീവ് ജിയിൽ തലച്ചോറിൽ നിന്ന് കാലുകളിലേക്കുള്ള ശക്തമായ രക്തയോട്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ നെഗറ്റീവ് ജിയിൽ തിരിച്ചും സംഭവിക്കാം. പോസിറ്റീവ് ജിയേക്കാൾ ദുഷ്കരമായത് നെഗറ്റീവ് ജിയാണ്. ഈ പ്രശ്നം മറികടക്കാൻ പൈലറ്റിന് സാധിക്കാതെ വരുമ്പോൾ വിമാനം താഴേക്ക് പതിക്കും. കൂടുതൽ ഉയരത്തിലാണെങ്കിൽ നെഗറ്റീവ് ജി പ്രതിഭാസം മറികടക്കാനുള്ള സമയം പൈലറ്റിന് ലഭിക്കുമെന്നും താരതമ്യേന ചെറിയ ഉയരത്തിലാണെങ്കിൽ ഇത് നടക്കാതെ വരുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. തേജസ് യുദ്ധവിമാനം തകർന്നു വീഴുന്നത് നെഗറ്റീവ് ജി അഭ്യാസ പ്രകടനത്തിനിടെയാണ് എന്നാൽ വിമാനത്തിന്റെ സാങ്കേതിക കാരണങ്ങളാലും ഇത്തരം അപകടമുണ്ടാകാം. വിശദമായ അന്വേഷണത്തിന് വ്യോമസേന ഉത്തരവിട്ടിട്ടുണ്ട്.